നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഇടുക്കി ജില്ലാതല പരിപാടിയുടെ ഉദ്ഘാടനം നെടുങ്കണ്ടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഭൂപതിവ ചട്ടങ്ങൾ മെയ് മാസത്തിൽ പൂർത്തിയാക്കുമെന്ന മുഖ്യമന്ത്രി. നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യതക്കുറവ് കണക്കിലെടുത്ത് ഇടുക്കിയിൽ ഉൾപ്പെടെ ക്വാറികൾക്ക് അനുമതി നൽകുന്നത് സംബന്ധിച്ച് വൈകാതെ തീരുമാനമെടുക്കുമെന്നും പ്രഖ്യാപനം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 9 വർഷത്തെ ജനവഞ്ചനകൾക്കെതിരെ UDFന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നതെന്ന് PJ ജോസഫ്. അടിമാലി, മാങ്കുളം, ആനക്കുളം, പേമരം വളവിൽ അപകടം സംഭവിച്ചത് വിനോദസഞ്ചാരികളുമായി എത്തിയ ട്രാവലർ താഴ്ചയിലേക്ക് പതിച്ച. അപകടത്തിൽപ്പെട്ടത് പാലക്കാട് നിന്ന് ആനക്കുളത്തേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയവർ. കോൺഗ്രസ് പ്രതിനിധിയായ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. 10 കോൺഗ്രസ് അംഗങ്ങൾ ചേർന്ന് അവിശ്വാസത്തിന് ദേവികുളം BDOയ്ക്ക് കത്ത് നൽകിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാറിനെതിരെ. വിശദമായ വാർത്തകളിലേക്ക്. ഭൂപതിവ ചട്ടങ്ങൾ മെയ് മാസത്തിൽ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഇടുക്കി ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യതക്കുറവ് കണക്കിലെടുത്ത ഇടുക്കിയിൽ ഉൾപ്പെടെ ക്വാറികൾക്ക് അനുമതി നൽകുന്നത് സംബന്ധിച്ച് വൈകാതെ തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഭൂപതിവ ചട്ട രൂപീകരണം അധികം വൈകില്ല. മെയ് മാസത്തിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കും. നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യതക്കുറവ് കണക്കിലെടുത്ത ഇടുക്കിയിൽ ഉൾപ്പെടെ ക്വാറികൾക്ക് അനുമതി നൽകുന്നത് സംബന്ധിച്ച് വൈകാതെ തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഏതാവശ്യത്തിനാണോ ഭൂമി വിനിയോഗിക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാവും പുതിയ വിനിയോഗത്തിന് വ്യവസ്ഥകൾ കൊണ്ടുവരുന്നത്. കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്ത് പരമാവധി പ്രയോജനം ലഭിക്കത്തക്കവണ്ണമാണ് പുതിയ തരംമാറ്റത്തിനുള്ള വ്യവസ്ഥകൾ കൊണ്ടുവരുന്നത്. കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ് ലക്ഷ്യമിട്ടുള്ള അനുബന്ധ സ്ഥാപനങ്ങൾ, ചെറിയ വാണിജ്യ സ്ഥാപനങ്ങൾ, പരിസ്ഥിതി സൗഹൃദ വ്യവസായങ്ങൾ, ഇവക്കെല്ലാം ഭൂമിയുടെ തുടർ വിനിയോഗം അനുവദിക്കും. ഇനി ഇത് അനന്തമായി നീളാൻ പോകുന്നില്ല. ഈ ഏതാനും നാളുകൾ കൊണ്ട് തന്നെ ഇതിൻ്റെ അവസാന ചർച്ചയും തീരുമാനവും ഉണ്ടാകാൻ പോവുകയാണ്. ഇതിപ്പോൾ മെയ് മാസത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും എന്നാണ് ഞങ്ങൾ പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കളുടെ ലഭ്യതക്കുറവ് നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യം പരിഗണിച്ച് ക്വാറികളുടെ അനുമതി സംബന്ധിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യും. ഇടുക്കി ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രത്യേക ക്ഷണിതാക്കളായ 500 പേരുമായി മുഖ്യമന്ത്രി സംവദിച്ചു. ഓരോ മേഖലയിലെയും പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും ചർച്ച ചെയ്തു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു. മന്ത്രി VN വാസവൻ, MLAമാരായ MM മണി, വാഴൂർ സോമൻ, അഡ്വക്കേറ്റ് A രാജ, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള ചൊവ്വാഴ്ച മുതൽ മെയ് 5 വരെ വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കും. കട്ടപ്പനയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ 3 പേരെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിഷേധമുയരാൻ സാധ്യതയുണ്ടെന്ന സൂചനയെ തുടർന്നായിരുന്നു നടപടി. യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, ഉടുമ്പൻചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസ്, കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് അലൻ C മനോജ് എന്നിവരെയാണ് പോലീസ് കരുതൽ തടങ്കലിലാക്കിയത്. പുല്ലിനെയും പൂമ്പൊടിയെയും പോലും പേടിയുള്ള മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്ന് AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി. ഇത്ര ഭീരുവായ മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിട്ടില്ല. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിലിനെയും സഹപ്രവർത്തകരെയും പോലീസ് കരുതൽ തടങ്കലിൽ വെച്ചിരിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാജാവിൻ്റെ ഭരണകാലത്ത് രാജാവ് എഴുന്നള്ളുമ്പോൾ അപ്രിയമുള്ളവരെ കരുതൽ തടങ്കലിൽ വയ്ക്കുന്ന ആയി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന് സമാനമായ നടപടിയാണ്
കേരളത്തിലെ മുഖ്യമന്ത്രി നെടുങ്കണ്ടത്തിൽ പോകുന്നതിന് കട്ടപ്പനയിലെ ആളുകളെ കരുതൽ തടങ്കിൽ വെക്കണമെന്ന് തോന്നിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മൗഢ്യം വളരെ പ്രതിഷേധാർഹമാണ്, അപലപനീയമാണ്. പോലീസ് സർവാഴ്ചയാണ് കേരളത്തിൽ നടക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പൂലിനെയും പൂമ്പൊടിയേയും പോലും പേടിയായിരിക്കുന്ന ഒരു കാര്യം, ഇത്ര ഭീരുവായൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ കസ്റ്റഡിയിലെടുത്ത നടപടിക്കെതിരായി ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് പാർട്ടി സംഘടിപ്പിക്കും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. മേളയ്ക്ക് മുന്നോടിയായുള്ള വിളംബര ഘോഷയാത്ര ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് ചെറുതോണി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറനാക്കുന്നിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വാഴത്തുപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് 7 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സർക്കാർ സേവനങ്ങളും വികസന പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് എന്റെ കേരളം പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഈ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും തനതായിട്ടുള്ള പ്രവർത്തന മികവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഇൻഫർമേഷൻ കൗണ്ടറുകളും സ്റ്റാളുകളും അവിടെ ഉണ്ടാവും. നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. സാംസ്കാരിക ഘോഷയാത്രയോടു കൂടിയാണ് പ്രാരംഭം കുറിക്കുന്നത്. ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും ഉള്ള സാന്നിധ്യം ഉണ്ടാവും. അതോടൊപ്പം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എല്ലാ സാന്നിധ്യവും അതിൽ ഉറപ്പുവരുത്താൻ ഇതിനോടകം തന്നെ സംഘാടക സമിതി തീരുമാനിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പൊതുമേഖലാ സ്വയം സംരംഭക സ്ഥാപനങ്ങളുടെയും 151 സ്റ്റാളുകളാണ് ഉള്ളത്. 33,909 ചതുരശ്ര അടി ശീതീകരിച്ച പവലിയൻ ഉൾപ്പെടെ 58,000 ചതുരശ്ര അടിയാണ് പ്രദർശന വിപണന മേളയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. വിവിധ സെമിനാറുകൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഓരോ ദിവസവും കാലിക പ്രസക്തമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിനുള്ള സെമിനാറുകളുണ്ടാവും. കൃഷിയുമായി ബന്ധപ്പെട്ട പ്രശ്നം, ടൂറിസത്തിൻ്റെ പ്രാധാന്യം അർഹിക്കുന്ന സബ്ജക്റ്റ്, സംരംഭക മേഖല, കരിയർ ഗൈഡൻസ്, എല്ലാ വിഷയങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ലഹരി വിരുദ്ധ സെമിനാറും മേളയുടെ ഭാഗമായി മാറും. ഇതെല്ലാം തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അതാത് തലങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നത്. അതിനൊക്കെ നല്ല പങ്കാളിത്തം ഉണ്ടാകും. കരിയർ ഗൈഡൻസൊക്കെ നമ്മുടെ ജില്ലയിലെ കുട്ടികൾക്ക് നല്ല രീതിയിൽ അവരുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഓർഗനൈസ് ചെയ്ത പ്രോഗ്രാമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നതെന്ന് പി.ജെ. ജോസഫ് MLA. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 9 വർഷത്തെ ജനവഞ്ചനകൾക്കെതിരെ UDFന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കിയിലെ ജനങ്ങളെ വഞ്ചിച്ച സർക്കാരാണ് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നതെന്നും പി.ജെ. ജോസഫ് ആരോപിച്ചു. കട്ടപ്പന നഗരസഭാ മിനി സ്റ്റേഡിയത്തിൽ വെച്ചാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പരിപാടിക്ക് മുന്നോടിയായി ഇടുക്കി കവലയിൽ നിന്നും നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനം നടന്നു. റാലി കട്ടപ്പന മുനിസിപ്പൽ മിനി സ്റ്റേഡിയത്തിൽ എത്തിച്ചേരുമ്പോൾ പ്രതിഷേധ കൂട്ടായ്മ ആരംഭിക്കുകയാണ്. തുടർന്ന് നടന്ന യോഗം പി.ജെ. ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നത്. ഇടുക്കിയിലെ ജനങ്ങളെ വഞ്ചിച്ച സർക്കാരാണ് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നതെന്നും പി.ജെ. ജോസഫ് ആരോപിച്ചു. ഈ കട്ടപ്പനയിൽ തന്നെ വെച്ചാണ് മുഖ്യമന്ത്രി ഇടുക്കിക്കൊരു പാക്കേജ് 12,000 കോടി രൂപയുടെ പാക്കേജ്. ആ 12,000 കോടിയിൽ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് 40 കോടിക്ക് മാത്രമേ ഭരണാനുമതി നൽകിയിട്ടുള്ളൂ. 4 കൊല്ലങ്ങളായി 75 കോടി രൂപ വെച്ച് ബഡ്ജറ്റിൽ കൊടുത്തിരുന്നു. പക്ഷേ ഇത്തവണത്തെ ബഡ്ജറ്റിലില്ല. അപ്പോൾ ഇടുക്കി പാക്കേജ് എന്തായി എന്ന് മുഖ്യമന്ത്രി മറുപടി പറയണം. ഈ മേഖലയിൽ കർഷകരെല്ലാം ബുദ്ധിമുട്ടിലാണ്. കാലാവസ്ഥാ വ്യതിയാനം, നിർമ്മാണ നിരോധനം, ഇങ്ങനെയുള്ള ഒട്ടേറെ വിഷയങ്ങൾ കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നൊരു സമയമാണ്. ഇതെല്ലാം
ഈ ജനങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് നടപടി സ്വീകരിച്ചു എന്നോട് പറയണ്ടേ? വിലയിടിവ് കൊണ്ട് കർഷകർ ബുദ്ധിമുട്ടുന്നു, പട്ടയം കിട്ടാതെ ആളുകൾ ബുദ്ധിമുട്ടുന്നു, പട്ടയ നടപടികൾ ആകെ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം അടിയന്തരമായ പരിഹാരം ഉണ്ടാകണമെന്നാണ് UDF ഇവിടെ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിക്കാനുള്ള നടപടികൾ അവസാനിപ്പിക്കണം. കെടുകാര്യസ്ഥത നമ്മുടെ ഈ ജില്ലയിൽ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മന്ത്രി റോഷി അഗസ്റ്റിന്റെയും വാക്കിന് ഇടുക്കിയിലെ ജനങ്ങൾ പഴഞ്ചാക്കിന്റെ വില പോലും നൽകില്ലെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ വഷളാക്കി ഇടുക്കിയിലെ ജനങ്ങളെ കുടിയിറക്കാൻ ശ്രമിക്കുകയാണ് പിണറായി വിജയൻ സർക്കാരെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ചിറ്റമ്മ നയമാണ് ഇടുക്കി ജില്ലയോട് സർക്കാർ കാണിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. UDF ജില്ലാ കൺവീനർ പ്രൊഫസർ MJ ജേക്കബ്, AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്റ്റി, റോയ് കെ പൗലോസ്, KS സിയാദ്, സുരേഷ് ബാബു, MN ഗോപി, തോമസ് രാജൻ, അഡ്വക്കേറ്റ് സുരിയക് തോമസ്, തോമസ് പെരുമന, KMA ഷുക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു. അടിമാലി മാങ്കുളം ആനക്കുളം പേമരം വളവിൽ വാഹനാപകടം. വിനോദസഞ്ചാരികളുമായി എത്തിയ ട്രാവലർ താഴ്ചയിലേക്ക് പതിച്ചാണ് അപകടം സംഭവിച്ചത്. പാലക്കാട് നിന്ന് ആനക്കുളത്തേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ പരിക്കേറ്റവരെ അടിമാലിയിലെ ആശുപത്രിയിൽ എത്തിച്ചു. പാലക്കാട് നിന്ന് ആനക്കുളത്തേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത്. ആനക്കുളത്ത് ബുക്ക് ചെയ്തിരുന്ന താമസ സ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടം നടന്നത്. കുത്തനെയുള്ള ഇറക്കമിറങ്ങുന്നതിനിടയിൽ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് പാതയോരത്തെ കൊക്കയിലേക്ക് തലകീഴായി പതിക്കുകയായിരുന്നു. അപകടം നടന്ന ഉടൻ പ്രദേശവാസികൾ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയും പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. മുമ്പ് ഈ വളവിൽ അപകടങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിനുശേഷം ഇവിടെ വളവിന് വീതി വർദ്ധിപ്പിക്കുകയും ക്രാഷ് ബാരിയറുകളും അപകട മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണിപ്പോൾ വീണ്ടും അപകടം സംഭവിച്ചിട്ടുള്ളത്. പാതയോരത്തെ സുരക്ഷാവേലി തകർത്താണ് വാഹനം താഴേക്ക് പതിച്ചത്. കോൺഗ്രസ് പ്രതിനിധിയായ മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാറിനെതിരെയാണ് 10 കോൺഗ്രസ് അംഗങ്ങൾ ചേർന്ന അവിശ്വാസത്തിന് ദേവികുളം BDOയ്ക്ക് കത്ത് നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാറിനെതിരെയാണ് 10 കോൺഗ്രസ് അംഗങ്ങൾ ചേർന്ന് അവിശ്വാസത്തിന് ദേവികുളം BDOയ്ക്ക് കത്ത് നൽകിയത്. കോൺഗ്രസ് പ്രതിനിധിയായ ദീപ രാജ്കുമാറിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരാളെ പ്രസിഡന്റാക്കുന്നതിന്റെ ഭാഗമായി 1 മാസം മുമ്പ് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകിയിരുന്നു. എന്നാൽ തന്നെ ഭീഷണിപ്പെടുത്തിയ ശേഷം വ്യാജമായി തന്റെ ഒപ്പിട്ട രാജിക്കത്ത് നൽകിയെന്നും രാജിക്കത്ത് സ്വീകരിക്കരുതെന്നും കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ദീപ കത്ത് നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ തെളിവെടുപ്പിൽ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ മുൻപിൽ വെച്ച് രാജിക്കത്തിൽ ഒപ്പിടണമെന്ന നിബന്ധന പാലിച്ചില്ലെന്നും ദീപയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്നും കണ്ടെത്തിയതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റായി തുടരാൻ ദീപയെ അനുവദിച്ച് ഉത്തരവിട്ടിരുന്നു. ഇതോടെയാണ് പാർട്ടിയുടെ പ്രതിച്ഛായ വീണ്ടെടുക്കാനായി ദീപയ്ക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചത്. 21 അംഗ പഞ്ചായത്തിൽ കൂറുമാറിയ 2 അംഗങ്ങളെ അയോഗ്യരാക്കിയതോടെ നിലവിൽ പഞ്ചായത്തിൽ 19 അംഗങ്ങളാണുള്ളത്. കോൺഗ്രസിന് 11, LDFന് 8 എന്നിങ്ങനെയാണ് കക്ഷിനില. ലോകത്തിലെ ചിരിക്കുന്ന ഏകജീവി മനുഷ്യനാണ്. ഈ ചിരി സമൂഹത്തിലേക്കും കുടുംബങ്ങളിലേക്കും പകരാൻ നമ്മൾ തയ്യാറാകണമെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് മലയാളി ചിരി ക്ലബ് കുടുംബസംഗമം കാഞ്ചാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഹൽഗാമിൽ തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് മലയാളി ചിരി ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് നടന്ന കുടുംബസംഗമം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഈ സീരീസിന്റെ ഒടുവിൽ ഈ കുട്ടിയുടെ അച്ഛൻ ഇവൻ ജയിലിലാകുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട്. കരഞ്ഞുകൊണ്ട് ഇവൻ ഉപയോഗിക്കുന്ന വസ്ത്രവും ഇവൻ്റെ പാഠപുസ്തകങ്ങളും കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ അച്ഛൻ പറയുന്നൊരു വാചകം നമുക്കൊക്കെ ബാധകമാണ്. എനിക്ക് കുറച്ചുകൂടി നല്ല ഒരച്ഛനാകാമായിരുന്നു എന്ന്. എനിക്ക് കുറച്ചുകൂടി നല്ല ഒരച്ഛനാകാമായിരുന്നു എന്ന്. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു തോന്നലുണ്ടോ എന്ന് നമ്മളൊരു ആത്മപരിശോധന നടത്തണം. ആ ആത്മപരിശോധന നടത്തിയിട്ട് നമ്മൾ തിരുത്താൻ തയ്യാറാവണം. കാരണം ജെയ്മി എന്ന് പറയുന്ന പയ്യൻ അവൻ എല്ലാ ദിവസവും വീട്ടിൽ അവൻ്റെ മുറിയിലെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലായിരുന്നു. അവൻ എന്താണ് കമ്പ്യൂട്ടറിൽ നോക്കിയത്, അവൻ എന്ത് ഗെയിമാണ് കളിച്ചത്, അവൻ ആരോടാണ് സംസാരിച്ചത്, ഇതൊന്നും അവൻ്റെ പേരൻസ് ശ്രദ്ധിച്ചേയില്ല.
കുട്ടികളുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കുന്ന പേരൻസാണ് ബെസ്റ്റ് പേരൻസ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോളം വിഡ്ഢികൾ ഈ ലോകത്ത് വേറെ ആരുമേയില്ല. കുട്ടികളുടെ എല്ലാ ആഗ്രഹവും സാധിച്ചു കൊടുക്കുന്ന പേരൻസ് നല്ല പേരൻസ് അല്ല. നിങ്ങൾക്കൊരു വിവേചനാധികാരമുണ്ട്, കുട്ടിക്ക് എന്തു വേണം എന്തു വേണ്ട എന്ന്. അപ്പം നിങ്ങൾ അവർക്ക് ആഗ്രഹങ്ങളാണുള്ളത്, ആ ആഗ്രഹങ്ങൾക്കൊപ്പം നടക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയല്ല. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് തിരുത്തി കൊണ്ടുപോകണം. മലയാളി ചിരി ക്ലബിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് നിർവഹിച്ചു. കോംപ്ലിമെന്റ് വിതരണോദ്ഘാടനം മലയാളി ചിരി ക്ലബ് രക്ഷാധികാരി ജോർജി മാത്യുവും പുതിയ അംഗങ്ങളുടെ ID കാർഡ് വിതരണം ക്ലബ് ട്രെയിനറും വുമൻസ് ക്ലബ് പ്രസിഡന്റുമായ അനി ജബരാജും നിർവഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. യോഗത്തിൽ ക്ലബ് പ്രസിഡന്റ് സണ്ണി സ്റ്റോറിൽ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് വിപിൻ വിജയൻ, ജനറൽ സെക്രട്ടറി അശോക് ഇലവന്തിക്കൽ, ഫിനാൻസ് ഡയറക്ടർ പ്രിൻസ് മുലേച്ചാലിൽ, ബ്ലഡ് ഡൊണേഷൻ ഫോറം ചെയർമാൻ ജോമോൻ പൊടിപാറ, സിജോമോൻ, ജോസ് ടിജിൻ, ടോം ജെറിൻ, റോബിൻ ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. അടിമാലി ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രകാശിപ്പിക്കാൻ നടപടി വേണമെന്ന ആവശ്യം. ഓരോ ഇടങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ഉയരവിളക്കുകളിലെ എല്ലാ ലൈറ്റുകളും ഒരേപോലെ പ്രകാശിക്കാത്തതാണ് പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത്. അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം. ബസ് സ്റ്റാൻഡ് പരിസരം, സെൻട്രൽ ജംഗ്ഷൻ, മാർക്കറ്റ് ജംഗ്ഷൻ തുടങ്ങി ടൗണിന്റെ വിവിധയിടങ്ങളിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു ഉയരവിളക്കിന്റെ ഭാഗമായി ഒന്നിലേറെ ലൈറ്റുകൾ അവയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ലൈറ്റുകൾ പൂർണ്ണമായി ഒരേ തോതിൽ പ്രകാശിക്കുന്നില്ലെന്നാണ് പരാതി. ചില ഉയരവിളക്കുകളിൽ ഒന്നിലേറെ ലൈറ്റുകൾ പ്രകാശിക്കാത്തതായി ഉണ്ട്. അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം. 1-2 ലൈറ്റുകൾ കത്തിപ്പോകുന്നത് മൂലം നമുക്ക് അടിമാലി ടൗണിന് ആവശ്യമായ ഒരു വെട്ടം എല്ലാ പ്രദേശത്തും ലഭിക്കുന്നില്ല. ഹൈമാക്സ് ലൈറ്റുകളിൽ കൂടി അതിൻ്റെ മെയിൻ്റനൻസുകളൊക്കെ നടത്തി എല്ലാ ലൈറ്റുകളും തെളിയത്തക്ക രീതിയിലുള്ള സംവിധാനം ഉണ്ടാകാൻ പഞ്ചായത്ത് ശ്രദ്ധിക്കണം. ബാക്കിയുള്ള പ്രദേശങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം നല്ല രീതിയിൽ കത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. അതിനാവശ്യമായ മെയിൻ്റനൻസുകൾ നടത്തണം. ഇത് ഇല്ലാതെ വരുന്നത് നമ്മുടെ മേഖലയിലെ ഒരു സുരക്ഷിതത്വത്തിന് വളരെ പ്രശ്നമാണ്. നമുക്ക് യാത്രക്കാർക്ക് എല്ലാ കടകളൊക്കെ അടച്ചു പോയി കഴിഞ്ഞാൽ കടകളിലെ വെട്ടങ്ങളും തീർന്നു, തൊട്ട് വരുന്ന പഞ്ചായത്ത് തെരുവ് വിളക്കുകളും കത്താതെ വരുന്ന സാഹചര്യത്തിൽ ഇവിടെ ഇരുളിമ നമ്മുടെ അടിമാലി ടൗണിൽ നിലനിൽക്കുകയാണ്. ഇത് ഒന്ന് പഞ്ചായത്ത് പരിഹരിച്ച് നമ്മുടെ ടൗണിൻ്റെ ആവശ്യമായ വെട്ടത്തിനുള്ള വഴിയോര വിളക്കുകളും ഹൈമാക്സ് ലൈറ്റുകളും നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആണ് ഞങ്ങളുടെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നത്. പകൽ സമയത്തെന്ന പോലെ രാത്രികാലത്തും വിനോദസഞ്ചാരികളടക്കം ധാരാളം ആളുകൾ വന്നു പോകുന്ന ടൗണാണ് അടിമാലി. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും സമീപകാലത്തായി ടൗണിൽ മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും വർദ്ധിച്ചിട്ടുള്ള സാഹചര്യവുമുണ്ട്. രാത്രികാലത്ത് നായ്ക്കളുടെ ശല്യവും വർദ്ധിച്ചു. ഇതിനൊപ്പമാണ് ഹൈമാസ്റ്റ് ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രകാശിക്കാത്തത്. ഫിലമെൻ കലാസാഹിത്യവേദി ഇടുക്കി ജില്ലാ കൺവെൻഷൻ കട്ടപ്പനയിൽ നടന്നു. ഗാനരചയിതാവും തിരക്കഥാകൃത്തും ചലച്ചിത്രകാരനുമായ സുധാംശു ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന കാർഡമം വാലി ലയൺസ് ക്ലബ് ഹാളിൽ വെച്ചാണ് ഫിലമെൻ കലാസാഹിത്യവേദി ഇടുക്കി ജില്ലാ സമ്മേളനം നടന്നത്. ജില്ലാ പ്രസിഡന്റ് ജോമ കുഞ്ഞുഞ്ഞി അധ്യക്ഷയായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അജികുമാർ പനമരം റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇടുക്കി ജില്ലാ സെക്രട്ടറി രാജൻ ശ്രീലയം ജില്ലാ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഫിലമെൻ സംസ്ഥാന പ്രസിഡന്റ് കാഞ്ചിയാർ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗാനരചയിതാവും തിരക്കഥാകൃത്തും ചലച്ചിത്രകാരനുമായ സുധാംശു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചെവി കൊടുക്കരുത് എന്നും എഴുതി തുടങ്ങുന്നവരോട് എനിക്ക് ചെറിയൊരു അഭ്യർത്ഥനയുണ്ട്. നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യണം. ഇപ്പോൾ ഞാൻ സിനിമ പാട്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അധ്യാപകർ എന്നെ കളിയാക്കിയിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിച്ചവർക്ക് പുച്ഛമാണ്. ഇപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ 75ാം വാർഷികത്തിൻ്റെ പ്രധാന അതിഥി ഞാനായിരുന്നു. അപ്പോൾ അന്ന് എന്നെ കളിയാക്കിയവരും അന്ന് എൻ്റെ കൂടെ എന്താ പറയുക എന്നെ പോസ്റ്റർ ഒട്ടിച്ച കൂട്ടുകാരും എല്ലാം ഇന്ന് എൻ്റെ കൂടെ നിന്ന് സെൽഫി എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാൽ നല്ല മനക്കെട്ടി വേണം എഴുതാനായിട്ട്. നമ്മൾ ആരെയും മൈൻഡ് ചെയ്യരുത്. ഒരുത്തൻ്റെ ഔദാര്യമല്ല, നമ്മളൊരു ഇടം കണ്ടെത്തണം. തലയോലപ്പറമ്പിൽ നിന്ന് KGF വരെ ഞാൻ പോയത് ഈ നാണക്കേടൊക്കെ സഹിച്ചിട്ട് തന്നെയാണ്. എന്നെ ഒരു സംവിധായകൻ ഞാൻ അവസരം ചോദിച്ചു തന്നു, വഴക്കായി എന്നെ തല്ലാനായിട്ട് മുറിക്കകത്ത് മുറിയുടെ കുറ്റിയിട്ട് എന്നെ തല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്.
കാരണം അയാളോട് ഞാൻ വേറൊരാളെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിച്ചതിൻ്റെ കലിപ്പാണ്. ഞാൻ അന്ന് അടി കൊള്ളാതെ ഒരു ഇഞ്ച് ഗ്യാപ്പിനാണ് എൻ്റെ കർണക്കുറ്റിക്ക് അടി കൊള്ളാൻ ഞാൻ. അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിക്കൊണ്ടിരുന്നതിനിടയിൽ ഞാൻ തന്നെ കൊണ്ട് തന്നെ ഞാൻ വിളിപ്പിക്കടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാനന്ന് ഓടിയത്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ആ അനുഭവങ്ങളിൽ നിന്നൊക്കെ ഊർജ്ജം ഉൾക്കൊണ്ട് വലിയ എഴുത്തുകാരായി നിങ്ങളൊക്കെ മാറണം. കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാര ജേതാവ് മോബിൻ മോഹൻ, മംഗളം ഡെയിലി ചീഫ് സബ് എഡിറ്റർ എസ് ശ്രീകുമാർ, മേക്കപ്പ് ആർട്ടിസ്റ്റ് സുധി കട്ടപ്പന എന്നിവർ 6 കവിതാ സമാഹാരത്തിന്റെ പുസ്തക പ്രകാശനം നടത്തി. 60 കവികളുടെ കവിതാ സമാഹാരമായ തുടിപ്പിന്റെ പ്രകാശനം HCN മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു നിർവഹിച്ചു. ചടങ്ങിൽ തിരുവനന്തപുരത്ത് നടന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംസ്കൃതോത്സവത്തിൽ 39 പോയിന്റോടെ റണ്ണേഴ്സപ്പ് കിരീടം നേടിയ നരേമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ, യുവജന ക്ഷേമകാര്യ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ജോമോൻ പൊടിപാറ, യുവ സംരംഭകൻ ഹരിപ്രസാദ്, കട്ടപ്പന നഗരസഭ മുൻ കൗൺസിലർ ഗിരീഷ് മാലി എന്നിവരെ ആദരിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി VK സുരേഷ് ബാബു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഭിലാഷ് KV, KB രാജേഷ്, റജി കട്ടപ്പന, സുലോചന രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന നഗരസഭയിലെ അംഗനവാടികളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. നഗരസഭാ സാമൂഹ്യ ക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി യോഗം ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭയിൽ ഉൾപ്പെട്ട 5 അംഗനവാടികളിൽ നിന്നുള്ള അധ്യാപകർക്കാണ് യാത്രയയപ്പ് നൽകിയത്. പാറക്കടവ് അംഗനവാടിയിൽ നടന്ന ചടങ്ങിൽ അനിത റജി അധ്യക്ഷയായിരുന്നു. നഗരസഭ സാമൂഹ്യ ക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി യോഗം ഉദ്ഘാടനം ചെയ്തു. CDP സൂചിപ്പിച്ചതുപോലെ ഒരു 20, 22 അല്ലെങ്കിൽ 25 വയസ്സിൽ അംഗൻവാടികളിലെത്തി 62 വയസ്സ് വരെ ജോലി ചെയ്യാന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. മറ്റുള്ള സർക്കാർ സർവീസുള്ളവർ 56 വയസ്സിൽ പിരിയുന്നവരാണ് ഭൂരിപക്ഷവും. നിങ്ങൾ 62 വയസ്സിൽ പിരിയുന്നു, പക്ഷേ 62 വയസ്സിൽ താൽക്കാലികമായി പിരിയുന്നുള്ളൂ. പിന്നീട് സഭയ്ക്ക് വിളിക്കാമെന്ന് ഇവിടെ നിന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. അതൊക്കെ ചുമ്മാ സൂപ്പിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. 1-2 പ്രാവശ്യം നിങ്ങളാണെങ്കിലും വിളിക്കും, പിന്നെ അതൊക്കെ വിസ്മൃതിയിലേക്ക് മറഞ്ഞു പോകും. പക്ഷേ ഈ സർവീസിൽ നിന്ന് ആര് പിരിഞ്ഞാലും അത് ഒറ്റപ്പെടലൊന്നുമല്ല. ഇടയ്ക്ക് മേൽക്കുറ്റീച്ചറിൻ്റെ തൊട്ടടുത്ത അംഗൻവാടി, ഇടയ്ക്ക് നമ്മൾ പഠിപ്പിച്ച പിള്ളേർ സമൂഹത്തിൻ്റെ താക്കോൽ സ്ഥാനങ്ങൾ പലതും ഇരിക്കുന്നതാകുമ്പോൾ നമുക്ക് സന്തോഷമില്ല, ആർക്കാണെങ്കിലും ഉണ്ടാകും. CDPO ലേഖ R മുഖ്യപ്രഭാഷണം നടത്തി. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ ലില്ലിക്കുട്ടി MS, വത്സരകുമാരി, അമ്മിണി MJ, മേരി TV, ലില്ലിക്കുട്ടി KV എന്നിവർക്ക് മൊമന്റോയും ഉപഹാരങ്ങളും കൈമാറി. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. വളയിട്ട് കൈകൊട്ടി പാടുന്ന തത്തമ്മ കിളിയുടെ പാട്ടൊന്നു കേട്ടില്ല ഞാൻ. വണ്ണത്തിപ്പുള്ളേനും അണ്ണാറ കണ്ണേനും മണ്ണപ്പൻ ചുട്ടു കൊടുത്തില്ല ഞാൻ. മാനത്തൂടെ മേഘത്തേരിൽ മാലാഖമാരെത്തും നേരം മാല കോർത്തു മാറിലണിയിക്കാൻ മുല്ല പൂക്കളില്ല. എൻ്റെ കയ്യിൽ മുത്തും പൊന്നുമില്ല. എന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്തു പുന്നാരിച്ചൊരു മുല്ല നട്ടു. കണ്ണീർ തേവി നനച്ചു കിനാവിൻ്റെ പൊന്തൂവൽ കൊണ്ടു പന്തലിട്ടു. സൂപ്പർവൈസർമാരായ ദീപ സെബാസ്റ്റ്യൻ, ജാസ്മിൻ ജോർജ്, മേരിക്കുട്ടി മാണി, സ്നേഹ സേവ്യർ, ടീന ജോയി, മിനിമോൾ PG, യശോദ തുടങ്ങിയവർ സംസാരിച്ചു. കീരിത്തോട് ശിവപാർവതി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തോടനുബന്ധിച്ച് പകൽപൂര ഘോഷയാത്ര നടന്നു. ഘോഷയാത്രയ്ക്ക് SNDP ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് നേതൃത്വം നൽകി. നവീകരിച്ച കീരിത്തോട് ശിവപാർവതി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ചാണ് പകൽപൂര ഘോഷയാത്ര നടന്നത്. ഗരുഡൻ പറവ, കാവടിയാട്ടം, ഡിജിറ്റൽ തെയ്യം, നാഗനൃത്തം, കാളിയാട്ടം, കരകമയൂര നൃത്തം, ശിങ്കാരിമേളം, മിറർ തെയ്യം, നാസിക് ടോൾ, ചെണ്ടമേളം എന്നിവയുടെ അകമ്പടിയോടെ നടന്ന പകൽപൂര ഘോഷയാത്രയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. പരിപാടികൾക്ക് ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് കടമാനത്ത്, സെക്രട്ടറി നിഖിൽ പുഷ്പരാജൻ, കൺവീനർ ജ്യോതിഷ് കുടിക്കയത്ത്, കേരള വ്യാപാരി വ്യവസായി കീരിത്തോട് യൂണിറ്റ് പ്രസിഡന്റ് MC ബിജു, കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ലിസി ജോസ്, ചുരുളി ശാഖായോഗം സെക്രട്ടറി കലേഷ് രാജു, PK സന്തോഷ് പാറയിൽ, KV രാജു കിഴക്കേൽ, വനിതാ സംഘം ഭാരവാഹികളായ പ്രവീണ പ്രമോദ്, രമ്യ അനീഷ്, ജയേഷ് അരിയപ്പാറയിൽ എന്നിവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട.
സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. മൂന്നാർ നല്ലതണ്ണി എസ്റ്റേറ്റിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഒഴിയുന്നില്ല. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഈ മേഖലയിൽ കാട്ടുപോത്ത് എത്തുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കാട്ടുപോത്തിനെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്നാണ് ആവശ്യം. ഇടയ്ക്കിടെ ജനവാസ മേഖലയിലേക്ക് കാട്ടുപോത്ത് എത്തുന്നതോടെ ആശങ്കയിലാണ് മൂന്നാർ നല്ലതണ്ണി എസ്റ്റേറ്റിലെ കുടുംബങ്ങൾ. പകൽ വീണ്ടും ഈ പ്രദേശത്ത് കാട്ടുപോത്തിറങ്ങി. ജനവാസ മേഖലയിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം അടിക്കടി ഉണ്ടാകുന്നത് ഈ ഭാഗത്തെ താമസക്കാരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. காட்டுமாடு பயங்கர சல்லியம், வீட்டை சுற்றி சுற்றி தான் வருது. ஆல்ரெடி ஃபாரஸ்ட்டுக்காரங்களுக்கு இன்ஃபர்மேஷன் கொடுத்துருக்கு. ஃபாரஸ்ட்காரங்க வர்றாங்க, பட்டாசு போட்டு வெடித்து அனுப்புகிறாங்க. ஆனால் போகுது, காட்டுக்கு போக மாட்டேங்குது. திருப்பி குவார்ட்டர்ஸை சுற்றி தான் வருது. பார்க்க நைட் ஷிஃப்ட் போயிட்டு வர்றதுக்குலாம் ரொம்ப கஷ்டமாக இருக்குது. அதே மாதிரி வீட்டு பக்கத்தில் கிரவுண்டு, பசங்க எல்லாம் அந்த லீவில் இங்கே தான் வந்து விளாடுறாங்க. அது பகலும் கிடையாது, நைட்டும் கிடையாது. நேற்றுக்கு நைட்லேருந்து இங்கே தான் ஃபுல்லாகவே நிற்குது. இப்போ வீட்டுக்கு முன்னால் ஓடி வந்து பின்னுக்கு வீடை சுற்றி தான் வருது. ரொம்ப பயமாக இருக்குது. என்ன வேணாலும் நடக்கும். ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപോത്ത് ആക്രമണത്തിന് മുതിർന്നാൽ അത് വലിയ അപകടത്തിന് ഇടവരുത്തും. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി കാട്ടുപോത്ത ജനവാസ മേഖലയിലേക്ക് എത്തുന്നുവെങ്കിലും പരാക്രമങ്ങൾക്ക് മുതിരാത്തതാണ് ആളുകളുടെ ആശ്വാസം. തൊഴിൽ സമയത്തോ അല്ലാതെയോ അപ്രതീക്ഷിതമായി കാട്ടുപോത്തിന്റെ മുമ്പിൽ പെടുമോ എന്ന പേടി ആളുകൾക്കുണ്ട്. പകൽ സമയം പ്രദേശത്തുള്ള ഗ്രൗണ്ടിൽ കുട്ടികൾ സമയം ചിലവഴിക്കാൻ എത്താറുണ്ട്. ഇവിടേക്ക് കാട്ടുപോത്ത് എത്തിയാലും അപകടത്തിന് കാരണമാകും. രാത്രികാലത്തും ആളുകൾ ഭയപ്പാടോടെയാണ് പുറത്തിറങ്ങുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആർഎൻഎസ് സ്പൈസസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 302, വിൽപ്പനയ്ക്ക് വന്നത് 81,898, വിൽപ്പന നടന്നത് 80,632, കൂടിയ വില 2,903, ശരാശരി വില 2,300. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 700 രൂപ, ഏലം കൂടിയ വില 2,200, ഏലം ശരാശരി വില 2,000, കാപ്പിപ്പരിപ്പ് 430, ഗ്രാമ്പു 750, കൊക്കോ 80, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,940 രൂപ, വെള്ളി 111. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഇടുക്കി ജില്ലാതല പരിപാടിയുടെ ഉദ്ഘാടനം നെടുങ്കണ്ടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഭൂപതിവ ചട്ടങ്ങൾ മെയ് മാസത്തിൽ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി. നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യതക്കുറവ് കണക്കിലെടുത്ത് ഇടുക്കിയിൽ ഉൾപ്പെടെ ക്വാറികൾക്ക് അനുമതി നൽകുന്നത് സംബന്ധിച്ച് വൈകാതെ തീരുമാനമെടുക്കുമെന്നും പ്രഖ്യാപനം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 9 വർഷത്തെ ജനവഞ്ചനകൾക്കെതിരെ UDFന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നതെന്ന് PJ ജോസഫ്. അടിമാലി, മാങ്കുളം, ആനക്കുളം, പേമരം വളവിൽ അപകടം സംഭവിച്ചത് വിനോദസഞ്ചാരികളുമായി എത്തിയ ട്രാവലർ താഴ്ചയിലേക്ക് പതിച്ച. അപകടത്തിൽപ്പെട്ടത് പാലക്കാട് നിന്ന് ആനക്കുളത്തേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയവർ. കോൺഗ്രസ് പ്രതിനിധിയായ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി.
10 കോൺഗ്രസ് അംഗങ്ങൾ ചേർന്ന് അവിശ്വാസത്തിന് ദേവികുളം BDOയ്ക്ക് കത്ത് നൽകിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാറിനെതിരെ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.